ഹലോ മക്കൾസ്, ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മളെ ക്വാർട്ടർലി എക്സാമിനേഷൻ എത്തിക്കഴിഞ്ഞു. ഗംഭീരമായിട്ട് നമുക്ക് പെർഫോം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഹാച്ചി കി കഹാനി എന്നുള്ളത്. ഈ പാഠത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻ ആൻസർ 4 മാർക്കിൽ സാർ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു. എന്നാൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെറ്ററാണ് ഈ പാഠത്തുമായി ബന്ധപ്പെട്ട് സാർ എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് 10% ഓഫോട് കൂടിയിട്ട് നിങ്ങൾക്ക് 2925 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള മൊത്തം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഗംഭീരമായിട്ട് പഠിക്കാം. അതിന് സുവർണ അവസരമാണ്. നിങ്ങൾ ഇപ്പോൾ ആട്ടെ 9995400800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാച്ചിൽ നിങ്ങളെ സീറ്റ് ഉറപ്പുവരുത്തുക. ഗംഭീരമായി നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് നമുക്ക് അതിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ടാബ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഓഫറിൻ്റെ ഭാഗമായിട്ട് 14,999 രൂപയുടെ ടാബ് നിങ്ങൾക്ക് 1000 രൂപ കുറച്ചിട്ട് 13,490 രൂപ കുറച്ചിട്ട് 13,499 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ടാബ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്, ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ടാബുകൾ ഈ പ്രത്യേകമായ ഓഫർ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. പ്രൊഫസർ UNO, അതായത് ഹാച്ചി കി കഹാനിയിലെ പ്രൊഫസറുടെ പേരാണ് എന്ത്? UNO അല്ലേ? UNO പ്രൊഫസർ കി പത്നി, അദ്ദേഹത്തിൻ്റെ വൈഫ്, ഹാച്ചി കെ ബാരേമേ, ഹാച്ചിയെ കുറിച്ച്, അപ്പനി സഹേലി, തൻ്റെ കൂട്ടുകാരിക്ക്, അപ്പനി സഹേലിക്കോ, തൻ്റെ കൂട്ടുകാരിക്ക്, ഏക്ക് പത്രലേക്ക് ഒരു കത്ത് എഴുതുകയുണ്ടായി. വ പത്ര കൈസേ ഹോഗ, ആ കത്ത് എങ്ങനെയായിരിക്കാം? പ്രൊഫസർ ഒരു ഹാച്ചി എന്ന് പറഞ്ഞ പട്ടിക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് ദിവസം അവിടെ താമസിച്ച് കഴിഞ്ഞപ്പോൾ അവസ്ഥയെക്കുറിച്ച് കൂട്ടുകാരിയോട് ആ വൈഫ് കത്തെഴുതുന്നു. അതെങ്ങനെയായിരിക്കാം? കൽപ്പന കർക്കെ ലിഖേ, കൽപ്പന കർക്കെ, സങ്കല്പം നടത്തിയിട്ട് അഥവാ സങ്കല്പിച്ചിട്ട് ലിഖേ, എഴുതാൻ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആ കത്ത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നു. ഒരു കത്ത് എഴുതുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കത്ത് എഴുതുമ്പോൾ ഇങ്ങനെയാണ്. ഒരു പേപ്പറിൻ്റെ അകത്ത്, പുതിയ പേപ്പറിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു ബോർഡറൊക്കെ ഇട്ടു. ഓക്കെ, നല്ല ബോർഡറൊക്കെ ഇട്ട് കത്ത് എഴുതുമ്പോൾ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ അങ്ങ് എഴുതിയാൽ പോരാ. ചില നിയമാവലികളുണ്ട്. അതിങ്ങനെയാണ്. നോക്കൂ, കത്ത് എഴുതുന്ന സമയത്ത് വലതുവശത്ത് സ്ഥാൻ എന്നും താരീഖ് എന്നും എഴുതണം. ശരിക്കും സ്ഥലം എഴുതുകയും തീയതി എഴുതുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ ഇഷ്ടം സ്റ്റോറികളായതുകൊണ്ട് സ്ഥാൻ എന്ന് രേഖപ്പെടുത്തുകയും താരീഖ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്താൽ മതി റൈറ്റ് സൈഡിൽ. പിന്നെ നമ്മൾ ആർക്കാണോ കത്ത് എഴുതുന്നത്, പ്രിയ മിത്ര, ആ ഡാഷിലുള്ളടത്ത് സുഹൃത്തിൻ്റെ പേര് എഴുതുക. എന്നിട്ട് നമസ്തേ എന്ന് എഴുതും. ഇത്രയും നമ്മൾ നിർബന്ധമായിട്ട് പാലിക്കണം. പിന്നെ നമ്മൾ നോക്കൂ, 2 വരി നിങ്ങൾക്ക് റെഡിങ്കിൽ കൊടുത്തത് കണ്ടോ? അത് നമ്മൾ കത്ത് എഴുതുമ്പോൾ ആദ്യം സുഖം തന്നെയാണോ എന്നുള്ള ക്ഷേമ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടുവേണം കത്തിലേക്ക് പോകാൻ. അല്ലാണ്ട് ആദ്യം കാര്യത്തിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ക്ഷേമ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു. അതിനുശേഷം നമ്മൾ കത്തിൽ നമ്മൾ എന്താണോ, നമ്മളെ കണ്ടന്റ് എന്താണോ സബ്ജക്റ്റ്, അത് നമ്മൾ എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കത്ത് അവസാനിപ്പിക്കുമ്പോൾ ചില മര്യാദകളുണ്ട്. അതുകൊണ്ട് ഉപസംഹാരം, കൺക്ലൂഷൻ നമ്മൾ ഇങ്ങനെ പിന്നെ സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരണം, എല്ലാവരുടെ അന്വേഷണം പറയണം എന്നൊക്കെ എഴുതി ചേർക്കും. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്നേഹപൂർവ്വം തുമാരാ മിത്ര, നിന്റെ സുഹൃത്ത് അല്ലേ? സ്നേഹപൂർവ്വം സസ്നേഹ തുമാരാ മിത്ര, നിന്റെ സുഹൃത്ത്, നാം എന്ന് എഴുതുന്നു. എന്നിട്ട് പേര് എഴുതുന്നു. ഓക്കെ, ഹസ്താക്ഷരം എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ എന്നാണ് അർത്ഥം. ഇത്രയും ആയാൽ കത്തായി. ഈ കത്തിനെ നമ്മൾ A4 ഷീറ്റ് അതേപോലെ അല്ലല്ലോ നമ്മൾ കത്തിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അല്ല, അതിനെ ഒരു മടക്കി ഒരു കവറിലിടും. ആ കവറിൽ കിട്ടേണ്ടുന്ന ആളിൻ്റെ അഡ്രസ്സ് ചെയ്തോലോ, അതുകൂടി നമ്മളിവിടെ അവതരിപ്പിക്കണം. അതാണ് ഈ കവറാണിത്. ഓക്കെ, ഇവിടെ നമ്മൾ സേവാമയം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കത്ത് ചെയ്തുമ്പോൾ നമ്മൾ 2 എന്ന് ഇത് അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ സേവാമയം എന്ന് പറയുന്നത്. എന്നിട്ട് നാം എന്ന് ഇത് കിട്ടുന്ന ആളിൻ്റെ നാം, അവിടെ നമ്മൾ നാം ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. പത്ത എന്നില്ല, ശരിക്കും ആളെ പേരും അഡ്രസ്സും ആണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ കത്തിൽ സുഹൃത്ത് എന്ന് മാത്രം പറയുന്നതുകൊണ്ട് ഇവിടെ പേരും ഇവിടെ അഡ്രസ്സും എഴുതേണ്ടതാണ് എന്ന്. ഇത്രയും നിങ്ങൾ കത്ത് എഴുതുമ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതില്ലാതെ നിങ്ങൾ കത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ കാര്യം എഴുതിയിട്ട് കാര്യമില്ല. കത്താകുമ്പോൾ ചില മര്യാദകളൊക്കെ അല്ലേ, മര്യാദകളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടാണ് കത്ത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഇവിടെയുള്ളത് എന്താണ്? ആ റെഡ് വരിയുള്ളത് അത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ്. അത് നോക്കൂ, മാറ്റർ അടക്കട്ടെ. അപ്പോൾ കോമൺ ആയിട്ട് ഏതൊരു കത്തിനും നമ്മൾ ഇത്രയും നമുക്ക് കാര്യം ഓർമ്മണം. ഇവിടെ എന്താണ്? സ്ഥാൻ, താരിഖ്, പ്രിയ മിത്ര, നമസ്തേ എന്നൊക്കെ ഇതിന് ശേഷം എന്താണ് ചെയ്തത്? തും കൈസേ ഹോ. തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, കൈസേ എങ്ങനെ ഹോ, നിങ്ങൾ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖം തന്നെയോ എന്നാണ് അർത്ഥം. സുഖം തന്നെയോ. തും കൈസേ ഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖം തന്നെയോ. ടീക്ക് ഹേ നാ, സുഖം തന്നെ അല്ലേ? ടീക്ക് ഹേ നാ, സുഖം തന്നെ അല്ലേ? ഏക്ക്, ഒരു ഖാസ് വിശേഷപ്പെട്ട ബാത്ത്, കാര്യം, ഒരു സ്പെഷ്യലായ കാര്യം, ബത്താനെ പറയാൻ, കേലിയെ വേണ്ടി, മേ ഞാൻ, യഹ് ഈ
പത്ര കത്ത് ലിഗ് രഹാഹും എഴുതുന്നു എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ നമ്മളെ കാര്യങ്ങൾ എന്താണോ അതാണ് അതിൽ എഴുതേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയേ. ഇനി ഒരു ഉപസംഹാരം എങ്ങനെ കൊടുക്കും? ഉപസംഹാരം എങ്ങനെയാണ്? മേം പത്ര ഞാൻ കത്ത് ചോട്ടാ കർ രഹാഹു, ഞാൻ കത്ത് ചെറുതാക്കുന്നു, ഞാൻ കത്ത് ചുരുക്കുന്നു. അതാണ് മേം പത്ര ചോട്ടാ കർ രഹാഹു എന്ന് പറഞ്ഞാൽ ഞാൻ കത്ത് ചുരുക്കുന്നു. ഗർവാലോം സേ വീട്ടുകാരോട് തലാഷ് അന്വേഷണം, കഹിന പറയുക, ചാക്കി വേണം, വീട്ടുകാരോട് എൻ്റെ അന്വേഷണം പറയണം. ചോട്ടാ ബായിക്കോ കൊച്ചനുജനോട് മേരാ പ്യാർ എൻ്റെ സ്നേഹവും അറിയിക്കണം. സസ്നേഹ് സ്നേഹപൂർവ്വം എഴുതിയതിനു ശേഷം ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ തുമാരാ മിത്ര നാം ഹസ്താക്ഷർ സേവാമീതം. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ മാറ്റർ എഴുതണം. ഓരോ സന്ദർഭത്തിലും ഓരോ പാഠത്തിലും വ്യത്യസ്ത കാര്യങ്ങളാണ് അവിടെ എഴുതാനുണ്ടാകുക. അത് നിങ്ങൾ സ്റ്റോറി മുകളിൽ തന്നിരിക്കുന്ന പാരഗ്രാഫൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതാൻ കഴിയണം. അപ്പോൾ നമുക്ക് 4 മാർക്ക് സുന്ദരമായിട്ട് ഇങ്ങ് പോരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കത്തിൽ പ്രൊഫസർ UNO വീട്ടിലേക്ക് പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നു. കുറച്ച് ദിവസം അവിടെ താമസിച്ച് ആദ്യം വൈഫിന് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ വൈഫിന് പിന്നെ ഇഷ്ടമായി തുടങ്ങിയപ്പോൾ അവർ പിന്നെ വീട്ടിൽ 3 ആളുള്ളത് അല്ലേ. അത് പിന്നെ ഈ പട്ടിക്കുട്ടിയും പിന്നെ ഹാച്ചിയും പിന്നെ UNOയും അദ്ദേഹത്തിൻ്റെ വൈഫും. അപ്പോൾ വൈഫ് കൂട്ടുകാരിക്ക് പട്ടിയെക്കുറിച്ച് ഒരു കത്ത് എഴുതുന്നു, പട്ടിക്കുട്ടിയെക്കുറിച്ച്. ആ കത്ത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? ആ കത്താണ് ഇപ്പം ഫുൾ ആൻസർ വെച്ച കത്താണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ നിങ്ങൾക്കിത് വലുതാക്കി ഞാൻ കാണിച്ചു തരാം. നോക്കൂ മക്കളെ, അതായത് ഇങ്ങനെ സ്ഥാൻ താരിഖ് എഴുതി, പ്രിയമിത്ര നമസ്തേ എന്ന് എഴുതി. എന്നിട്ട് എന്താ നോക്കൂ, തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ? ഒരു ഖാസ് വിശേഷമായ ബാത്ത് കാര്യം ബത്താനെ പറയാൻ കേലിയെ വേണ്ടി ഞാൻ യഹ് പത്ര ഈ കത്ത് ലിഗ് രഹീഹും, സ്ത്രീ ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ രഹാവും കോമണായി പഠിച്ചു. ഇവിടെ രഹീഹും ഞാൻ ഈ കത്ത് എഴുതുന്നത്. എന്താണ് കത്തിലെ കാര്യം? ഹമാരെ ഞങ്ങളുടെ ഗർമേം വീട്ടിൽ ഒരു നയാ പുതിയ സദസ്യ മെമ്പർ വന്ന് ഗയാഹേ പോയി എന്നല്ല, വന്നു ഗയാ പോയി എന്നല്ല, ഗയാഹേ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ മെമ്പർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വഹ് ഹേ അതാണ്, ഹമാര ഞങ്ങളുടെ, പാൽത്തു വളർത്തുന്ന കുത്ത പട്ടിക്കുട്ടി, ഹാച്ചി ഞങ്ങൾ വളർത്തുന്ന നായയാണ്. എന്ത്? അത് ഹാച്ചിയാണ് ആ 3ാമത്തെ ആള്. അപ്പനെ തൻ്റെ പതി ഭർത്താവ് പ്രൊഫസർ സാഹബ് തൻ്റെ ഭർത്താവായ പ്രൊഫസർ സാഹിബിന് അല്ലേ, പ്രൊഫസർ സാഹബ് ഒരു ഹാ എടുക്കണ്ടേ, പ്രൊഫസർ സാഹബ് ഒരു ഹാ ഉണ്ട് ഇതിനിടയ്ക്ക്. ഓക്കെ, പ്രൊഫസർ സാഹബ്. ഓക്കെ മക്കളെ, ഓക്കെ, പ്രൊഫസർ സാഹബ് ഉസേ അവനെ രാസ്തേ സേ വഴിയിൽ വെച്ച് മിലേതെ കിട്ടിയതായിരുന്നു. വഴിയിൽ വെച്ച് കിട്ടിയതാണ്, ആരും കൊടുത്തതോ വാങ്ങിയതൊന്നുമല്ല. ഹാച്ചിക്ക് ഹാച്ചിയുടെ സബ്സെ ഏറ്റവും ബഡി വലിയ ഖാസിയത്ത് എന്ന് പറഞ്ഞ പ്രത്യേകത ഉസ്കി അതിൻ്റെ പ്യാർ സ്നേഹമാണ്. അപാരമായ സ്നേഹമാണ് അതിന്, അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നിഷ്ഠ, അയ്യോ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നാൽ എവിടെയാണോ അതിൻ്റെ സ്ഥാനം അത് അവിടെ വെക്കുന്നു. കൃത്യമായിട്ട് തങ്ങളോട് സ്നേഹം കാണിക്കുന്നു, ഉണ്ട ചോറ് നന്ദി കാണിക്കുന്നു. സാറിൻ്റെ കൂടെ ഓഫീസിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നു, തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. വല്ലാത്ത കൃത്യനിഷ്ഠയാണ് അത് പാലിക്കുന്നത്. അതിൻ്റെ നിഷ്ഠ ഭയങ്കരമാണ്. അതിൻ്റെ എന്താണ് അതിൻ്റെ ഖാസിയത്ത് ഉസ്കി പ്യാർ, അതിൻ്റെ അപാരമായ സ്നേഹവും ഓർ നിഷ്ഠ കൃത്യനിഷ്ഠയുമാണ്. ജബ് എപ്പോൾ, തും നീ, ഹമാരെ ഞങ്ങളുടെ ഗർമേ വീട്ടിൽ ആവോങ്കി എപ്പോഴാണോ നീ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്, തോ അപ്പോൾ, ഹാച്ചി സേ മിൽക്കർ ഈ ഹാച്ചിയുമായി കൂടിക്കലർന്നാൽ, ഹാച്ചിയുമായി കണ്ടാൽ, ഹാച്ചിയെ മിൽക്കർ ഹാച്ചി സേ ഹാച്ചിയുമായിട്ട് മിൽക്കർ കണ്ടിട്ട്, തുമേ ബി നിനക്കും, ഉസ്സേ അതിനോട് പ്രേം ഹോ ജായകി നീ വന്ന് കണ്ടാൽ നിനക്കും വല്ലാത്ത, അതിവിടെ പെരുമാറുന്നത് കണ്ടാൽ നിന്നോടും, നിന്നെ പരിചയപ്പെടുത്തി കൊടുത്താൽ നിന്നോടും പെരുമാറുന്നത് കണ്ടാൽ നിനക്ക് വല്ലാത്തൊരു ഇഷ്ടം നിനക്ക് തോന്നും. ആ ജാവോ ഏക് ബാർ, ഒരു പ്രാവശ്യം നീ വാ വീട്ടിലേക്ക് ഈ പട്ടിക്കുട്ടിക്കൊന്ന് കാണാനും. ഓക്കെ, മേം പത്ര ഞാൻ കത്ത് ചോട്ടാ കർ റഹിയും ചെറുതാക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ കത്ത് ചുരുക്കുകയാണ്. ഗർവാലോ സേ തലാഷ് കഹിന ചാഹിയെ വീട്ടുകാരുടെ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം. ചോട്ടാ ബായിക്കോ മേരാ പ്യാർ കൊച്ചനിയൻ എൻ്റെ സ്നേഹം അറിയിക്കണം. സസ്നേഹ് തുമാരാ മിത്ര നാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നാം ആരാണ്? ശരിക്കും ആരാണ് ഇവിടെ കത്ത് ചെയ്യുന്ന? ആരാണ്? വൈഫാണ്. അപ്പോൾ വൈഫിന് പേരില്ല, അതുകൊണ്ട് നാം നിന്ന് വിട്ടാൽ മതി. എന്നിട്ട് ഹസ്താക്ഷർ, എന്താണ് ഹസ്താക്ഷർ?
ഒപ്പാണ്, ഒപ്പിടേണ്ടതില്ല. ഹസ്താക്ഷരം എന്ന ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ഹസ്താക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ ഹസ്താക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ മക്കളെ? ഒപ്പാണ്. മറ്റൊരാളെ പേര് ചെയ്യുന്ന കത്തിൽ നിങ്ങൾ ചോട്ടിൽ ഒപ്പിടാൻ പാടില്ല. ഇവിടെ ഒപ്പാണ് എന്ന് നിങ്ങൾ അവിടെ ബ്രാക്കറ്റിൽ എഴുതുകയാണ് വേണ്ടത്. അതാണ് ഹസ്താക്ഷർ. എന്നിട്ട് സേവാമേ നാംപദ ഇങ്ങനെ എഴുതി വെച്ചാൽ മക്കളെ നിങ്ങൾക്ക് ഹാച്ചി എന്ന് പറഞ്ഞ പാഠത്തിലെ ഹാച്ചിക്ക് കഹാനി എന്ന് പറഞ്ഞ പാഠത്തിലെ UNO പ്രൊഫസറിൻ്റെ വൈഫ് പത്നി കൂട്ടുകാരിക്ക് ഹാച്ചിയെക്കുറിച്ച് ചെയ്യുന്ന കത്തായി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഗംഭീരമായി പഠിച്ചിട്ട് നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കേണ്ടത്. ഓക്കെ, ബൈ.